എറണാകുളത്ത് കലൂർ കത്രിക്കടവ് റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡിൽ വാഴ വെച്ചുള്ള സമരത്തിനിടെ യാത്രക്കാരി പക്ഷേ സമരക്കാരോട് കയർക്കുകയും ചെയ്തു. 30 കോടി രൂപ അനുവദിച്ചിട്ടും കലൂർ കത്രിക്കടവ് റോഡ് നവീകരിക്കാൻ കഴിയാത്തത് GCDAയുടെ പിടിപ്പുകേട് മൂലമെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കലൂർ കടവന്ത്ര റോഡിലാണ് മരണക്കുഴികൾ. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കുഴിയിൽ വീണ് 2 ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. GCDAയുടെ ഉടമസ്ഥകളാണ് ഈ റോഡ് നന്നാക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയരുന്നുവെങ്കിലും ഇതേവരെ അതിനുവേണ്ട നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് സമരം നടത്തിയത്. എന്തായിരുന്നാലും സമരം തുടങ്ങി, റോഡിന്റെ പണികളും ഏതാണ്ട് അറ്റകുറ്റപ്പണികളും ഏതാണ്ട് തുടങ്ങി. ഏറെ മനോഹരമായി മാതൃകാപരമായി ഉണ്ടാക്കാൻ പോകുന്ന റോഡ് എന്ന് LSTD വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്ന് ഇപ്പോൾ ഈ ഞങ്ങളെ കൊണ്ട് കുഴിയടക്കുന്നതിന് വേണ്ടി സമരം ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. രാവിലെ 9 മണിയോടുകൂടി ഇത്തരത്തിൽ സമരം നടക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, നല്ല തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗതാഗതക്കുരുക്ക് കൂടുതലുണ്ടായി. ഇതിനിടെ ഇതുവഴി വന്ന ഒരു വനിതാ യാത്രക്കാരി റോഡിൽ വാഴ വെച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ വാഴ എടുത്തു മാറ്റുകയും ജനത്തിരക്കുള്ള സമയത്ത് സമരം നടത്തരുത് എന്നൊക്കെ പറയുകയും ചെയ്തു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, GCDAയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ പണികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല. ഇതര സംസ്ഥാനക്കാരായ ചില തൊഴിലാളികൾ മാത്രമാണ് പണികൾ ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ ഒരു കുഴിയിൽ വീണാൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കുഴിക്കെതിരെ ഒരു FIR ഇടാൻ പറ്റും. ആ റോഡിന്റെ എഞ്ചിനീയറെയും ആ റോഡിന്റെ കോൺട്രാക്ടർക്കും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആരാണെന്ന് വെച്ചാൽ അയാൾക്കെതിരെ ഒരു FIR ഇട്ടാൽ ഇത് തീരും. ഈ പണി നടക്കുമ്പോൾ ഇവിടുത്തെ GCDAയുടെ ഓവർസിയറും എഞ്ചിനീയറൊക്കെ ഈ സൈറ്റിൽ വേണമെന്നുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നാഥനില്ല കളരിയാണ്. ഇത്ര തിരക്കേറിയ ഈ റോഡിലെ കുഴിയടയ്ക്കാൻ എന്തുകൊണ്ട് ഇത്രമാത്രം വൈകി എന്നുള്ള ചോദ്യമാണ് പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ബിനു തോമസിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.